സോ ഇന്ന് ഞാൻ മക്രോണി അല്ലെങ്കിൽ പാസ്ത എങ്ങനെ റെഡിയാക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. സോ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ആ ഒരു പാക്കറ്റിൽ വാങ്ങിയതാണ്. ലൂസായിട്ടും നമുക്ക് വാങ്ങാൻ കിട്ടും, അല്ലാതെ പാക്കറ്റിൽ ആണ് ഞാൻ ഇന്ന് വാങ്ങിയിരിക്കുന്നത്. അത് ഫസ്റ്റ് ഓഫ് ഓൾ വെള്ളം ഒഴിച്ച് അത് നമുക്ക് വേവിക്കണം. ഒരു 3/4 വേവ് വരെ ആവാം. ഫുള്ളായിട്ട് വെന്തിട്ട് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും അത് ഭയങ്കരമായിട്ട് വെന്ത് പോയ പോലെ തോന്നും. സോ 3/4 വേവ് ആകുമ്പോഴത്തേക്കും അത് എടുത്ത് മാറ്റി വയ്ക്കുക. നമ്മൾ സ്റ്റൗവിൽ വെക്കുന്നതിന് മുന്നേ കുറച്ച് സ്റ്റിക്കി ആവാതെ കിട്ടും. സോ ആ ടൈമിൽ അത് ബോയിലാവുന്ന ടൈമിൽ നമ്മൾ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെക്കും. ചൂടായിട്ട് നമുക്ക് ഓയിൽ എന്തെങ്കിലും, കോക്കനട്ട് ഓയിൽ ആണെങ്കിലും സൺഫ്ലവർ ഓയിൽ ആണെങ്കിലും ഓക്കെയാണ്. സോ അതിന് ഇടയ്ക്ക് നമ്മളവിടെ ബോയിലായോ നോക്കണം, കാരണം അത് ഓവർ വെന്ത് പോകാൻ പാടില്ല ഈ മക്രോണി. സോ അതിടയ്ക്ക് നോക്കുക. സോ പാനിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ച ശേഷം അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് അതൊന്ന് ചെറിയൊരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുക. സോ നമ്മളുടെ മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് നമ്മൾ വെള്ളം ഇതാവാൻ വേണ്ടി ഒന്ന് അരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. സോ അതവിടെ മാറ്റി വയ്ക്കുക. ഇതിവിടെ ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഒണിയനും ഇട്ടിട്ട്, അതിൻ്റെ കൂടെ ഒരു തക്കാളി വന്നുപോയി, കുഴപ്പമില്ല, എടുക്കാം. സോ അതൊന്ന് ഒണിയനൊന്ന് ഒരു ഷെയ്ഡ് മാറുന്നവരൊന്ന് ജസ്റ്റ് ഭയങ്കരമായിട്ട് ഇതാക്കണമെന്നില്ല, ഫ്രൈ ചെയ്യണമെന്നില്ല. ചെറിയ രീതിയിൽ ആ ഒരു ലൈറ്റ് കളർ വരുമല്ലോ, കളർ ചേഞ്ച് വരുന്നവരൊന്ന് ഇത് ചെയ്തെടുക്കുക. ഉള്ളി ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് ക്യാരറ്റ് ആഡ് ചെയ്യാം. ക്യാരറ്റും പിന്നെ ക്യാപ്സിക്കം ആഡ് ചെയ്തിട്ട് വെജിറ്റബിൾസ് എല്ലാം ഒന്ന് ഇതായി വരണം, വെന്ത് വരണം. സോ അതൊന്ന് ഫസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് അതൊന്ന് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. സോ അതിന് ശേഷം നമ്മൾ തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട്. തക്കാളി എല്ലാം കൂടി ഇളക്കി കൊടുക്കാം. കരിവേപ്പില വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഞാനൊന്ന് ആഡ് ചെയ്തതേ ഉള്ളൂ. സോ ഒക്കെ കൂടി പിന്നെ മസാല ആഡ് ചെയ്യുന്ന ടൈമാണ്. മസാലയിലേക്ക് വരുന്നത് ചില്ലി പൗഡർ കുറച്ച് ഇടുക, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി എല്ലാം ഒരു 1/4 ടീസ്പൂൺ മതി, ഓവറായിട്ടൊന്നും വേണ്ട. സോ അതൊന്ന് ആ ഒരു മസാലയുടെ ആ ഒരു ഇത് മാറുമ്പോഴത്തേക്കും പെപ്പർ പൗഡർ ഇടണം കേട്ടോ. പെപ്പർ പൗഡർ നല്ലൊരു ഫ്ലേവർ കൊടുക്കും ഈ ഒരു മക്രോണിക്ക്. സോ പെപ്പർ പൗഡർ ആഡ് ചെയ്യാം. ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നവരുണ്ട്, ചെയ്യാത്തവരുണ്ട്. സോ ചില്ലി വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. സോ പെപ്പർ പൗഡർ, ചില്ലി ആഡ് ചെയ്യാത്തവർ പെപ്പർ പൗഡർ കുറച്ച് കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല. അങ്ങനെ ആ ഒരു നമുക്കൊരു മസാല റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആ ഒരു ട്രെയിൻ ചെയ്യാൻ വെച്ച മക്രോണി ആഡ് ചെയ്തിട്ട് മസാല ഫുള്ളായിട്ട് മിക്സ് ആക്കി കൊടുക്കണം. മസാല ഫുള്ളായിട്ട് മിക്സ് ആയാൽ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുക. ടൊമാറ്റോ സോസ് ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും ഫുള്ളായിട്ട് നമ്മൾ മിക്സ് ആക്കി കൊടുക്കുക. സോ മക്രോണി ഈസ് റെഡി. കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സോ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.